ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കണ്ടിട്ട് കുറേ നാളായിട്ടാ. അസുഖങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണത്തിനാണ് കേട്ടോ. അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ കെട്ടിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പീരീഡ്സ് ആയിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഞാൻ പോകാത്ത കാരണം പിള്ളേരും ഹസ്ബൻഡൊന്നും പോയിണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞോളൂ. കാരണം മണിക്കൂറുകൾക്ക് ശേഷമുള്ള റിസൾട്ടാണത്. പക്ഷേ എൻ്റെ സാരി എടുത്ത ലുക്കിനേക്കാളും ഇഷ്ടമായത് എൻ്റെ മോളുടെയാണ് കേട്ടോ. കുഞ്ചമ്മയുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ട്. അതൊക്കെ സെറ്റ് ചെയ്തത് എൻ്റെ പാപ്പൻ്റെ മോള് ഗോപിയാണ് കേട്ടോ. അപ്പോൾ അവളോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ആ കുട്ടി ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേനെ. കാരണം സാരി എടുക്കാൻ ശരിക്കും എനിക്കറിയില്ല. എന്നെപ്പോലെ സാരി എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അത് എടുക്കാൻ അറിയാത്ത എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേരുണ്ടെന്ന് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം കല്യാണ ചെക്കനും പെണ്ണും വന്നു കേട്ടോ. അപ്പോൾ അവർ വെൽക്കം ചെയ്യേണ്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. സോ ഈ ഒരു നിമിഷത്തിൽ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, അതിന്റെ ഓരോ പോയിന്റ്സിലും നമുക്ക് കൈയടിച്ചുകൊണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. And let's welcome our beautiful bride and a gorgeous groom onto the stage. Ladies and gentlemen, give them a big round of applause. അവരെ വെൽക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സ്റ്റേജിലൊക്കെ കയറിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബബിൾസിന് പകരം ഇതെന്തോ പഞ്ഞി പോലൊരു സാധനം. ബബിൾസ് ആണോ എനിക്ക്, ഞാൻ ബാക്കിലായിരുന്നു ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ തലേദിവസത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം കൊണ്ട് ഭയങ്കര ഛർദിയും ക്രാവിന് തീരെ വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ക്രാവിനെ നോക്കി നടക്കല്ലേ നമ്മൾ ചെയ്യുക, വീഡിയോസ് എടുക്കില്ലല്ലോ. അതുകൊണ്ട് തലേദിവസത്തെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വിഷൊക്കെ ചെയ്തു. അങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേയുടെ അല്ല, ഈ മാരേജിൻ്റെ. അതൊക്കെ ഒരുമിച്ച് എല്ലാവരും ചെയ്തു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വേദികളിലായിരിക്കും മിക്കതും നമ്മുടെ കസിൻസിനെയും പിന്നെന്താ കുറേ റിലേറ്റീവ്സിനെയും ഒക്കെ കാണുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ കുറേ സംസാരിക്കാനുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ ഡുണ്ടുള്ള കാരണം അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല. എന്നാലും പരമാവധി പേരോടൊക്കെ സംസാരിച്ചു കേട്ടോ. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും. അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോഴാണ് എൻ്റെ ബ്രദറും ആളുടെ വൈഫും പിന്നെ കുട്ടികളൊക്കെ വന്നു. അപ്പം നമ്മുടെ കുഞ്ചമ്മയ്ക്ക് കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ടാണ്. കാരണം ഇത്രയും നേരം കുട്ടി ഒറ്റയ്ക്കായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരെപ്പോഴാണ് വരാം. മറ്റേ 2 പിള്ളേരുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരുടെ പേര് മറ്റേ ജിണ്ടപ്പനും, ഞാൻ ജിണ്ടപ്പൻ തന്നെ വിളിക്കുക, അജയ്ക്ക് എന്നാണ് പേര്, ശ്രീകുട്ടിയും ജയശ്രീ എന്നാണ് എൻ്റെ പേര്. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡുണ്ടും കുഞ്ചും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴത്തായിരുന്നു കേട്ടോ ഫുഡിൻ്റെ ഇത്. അപ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. ഇഷ്ടം പോലെ ഫുഡ്, എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡെസേർട്ട് ആയാലും ഐസ്ക്രീം ആയാലും കേക്ക് ആയാലും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറയാനായിട്ട് പലതരം ഒരു 5-6 തരം ചായ, അത് മറ്റേ ഇഞ്ചി, പിന്നെ അങ്ങനെ എന്താ കുറേ ബ്ലൂബെറി, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതെല്ലാം കണ്ടിട്ട് മത്ത് പിടിച്ചിട്ട് ഞാൻ ഈ സാധനങ്ങളൊന്നും തൊട്ടില്ല, അതാണ് സത്യം. പിന്നെ ഫുഡാണെങ്കിൽ പൊറോട്ട, വെള്ളയപ്പം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സംഭവം കേട്ടോ, വെജിറ്റബിൾസ് കൊണ്ട് ഇങ്ങനെ മറ്റേ സാലഡും പിന്നെ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ കാണാൻ പോലത്തെ രണ്ട് അമ്മായിമാരാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു മേമയുണ്ട്, വേറൊരു മേമയും കൂടി ഉണ്ട്. ആ മേമ വന്നിട്ടില്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഗോപികയുടെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെൽക്കം ചെയ്യാനായിട്ട് ഇതേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഡുണ്ടിന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഡുണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ചിരിക്കും. പക്ഷെ അത് വന്നിട്ട് ഇങ്ങനെ ഷേക്കാണ്ട് വരുമ്പോൾ അവൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ആൾ മാറിപ്പോകും. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.